ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ വരുമാനം കൂടുന്നില്ല, എൻ്റെ ലൈഫിൽ ഉയർച്ചയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ചിലരുടെ വരുമാനം കൂടി വരുന്നുണ്ട്, അവർ ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ, വരുമാനം കൂടുതൽ സമ്പാദിക്കുന്നവർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അത് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മുടെ വരുമാനത്തിൽ തടസ്സം ഉണ്ടാകുന്നുണ്ട്. അപ്പം വരുമാനം കൂടുതൽ സമ്പാദിക്കുന്നവർ എന്ത് കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലായ കൊള്ളാം. ഇനി നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോറിയിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഒരു ഹോസ്പിറ്റലിൽ ഒരു IC വാർഡിലേക്ക് ഒരു പേഷ്യൻ്റ് വരുന്നുണ്ട്. അവിടെ ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ ആ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പഠിച്ച വിദ്യയിൽ മൊത്തം ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കളഞ്ഞു, എന്നിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ വരുമ്പോൾ ആ ഡോക്ടറിന് അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു എമർജൻസി സ്റ്റേജിലാണ് പുള്ളി നിൽക്കുന്നത്. അവിടെ ഒരു 3 ഓപ്ഷനേ ഉള്ളൂ ആകെ. എന്താണ് ആ 3 ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1, നമ്മുടെ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്ത് നിങ്ങളെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരുടെ പേരൻസിനോട് പറയാം. ഓപ്ഷൻ A. ഓപ്ഷൻ P, ഡോക്ടറിനെക്കാട്ടിലും ഉയർച്ചയിലുള്ള ഡോക്ടറുടെ കൂടിയാലോചനയോട് കൂടി അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ടോ ഈ പേഷ്യൻറ്റിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓപ്ഷൻ P. ഓപ്ഷൻ C, ഞാൻ ഒരു സാധാരണ ഡോക്ടറെ ആണ്, എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ പേഷ്യൻറ്റിൻ്റെ പാരൻസിനോട് പറയാം. അങ്ങനെ 3 ഓപ്ഷനാണ് അവിടെ ഉള്ളത്. ഈ 3 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് അതിൽ തിരഞ്ഞെടുക്കുന്നത്, അവിടെയാണ് ആ ഡിസിഷൻ മേക്കിങ്ങിലാണ് പലരുടെയും ലൈഫിൽ ഈ ചേഞ്ചസ് വരുന്നത്. ഇതിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഓപ്ഷൻ A, അപ്പം ഞാൻ എൻ്റെ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ച് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കളഞ്ഞു, ഇനി എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ മൈൻഡ് ഓഫായി നിൽക്കുവാണ്, കൂടുതൽ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ട് ശ്രമിക്കുന്നില്ല. ആ A ഓപ്ഷൻ എടുക്കുമ്പോൾ അവിടെ അതാണ് വ്യക്തമാകുന്നത്. B ഓപ്ഷൻ എടുക്കുമ്പോൾ അപ്പം നമ്മളെക്കാട്ടിലും ഉയർച്ചയിലുള്ള അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും മുതിർന്ന ഡോക്ടറുടെ അനുഭവത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ കൂടാലോചനയോട് കൂടി ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അപ്പം അവിടെ നമ്മുടെ ഉയർച്ചയിലും കൂടെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. കാരണം വലിയ ഡോക്ടർ നമ്മളെക്കാട്ടിലും മുതിർന്ന ഡോക്ടറുടെ കൂടാലോചനയോട് കൂടി ചെയ്യുമ്പോൾ അപ്പം നമുക്കും അത് പഠിക്കാനായിട്ട് പറ്റും, അതുകൂടാതെ ആ പേഷ്യൻറ്റിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ടും പറ്റും. ഓപ്ഷൻ P. ഓപ്ഷൻ C, എന്നെക്കൊണ്ട് ഞാൻ സാധാരണ ഡോക്ടറാണ്, എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ കഴിവ് അവർ തന്നെ അടിച്ച് അമർത്തുവാണ് അവിടെ. അങ്ങനെ അടിച്ച് അമർത്തുമ്പോൾ അവർ ഒരിക്കലും ഉയർച്ചയിലേക്ക് വരത്തില്ല. ഇവിടെ ഏതാണ് മെയിൻ പ്രധാനമായിട്ട് ലൈഫിൽ ഉയർച്ചയിൽ വരേണ്ട അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മാറ്റം സംഭവിക്കേണ്ടവർ എടുക്കേണ്ട ഡിസിഷൻ പറയുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ പറയുമ്പോൾ B ഓപ്ഷനാണ്. B ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ലൈഫിൽ നമുക്കും വളരാനായിട്ട് പറ്റും, നമുക്കും പഠിക്കാനായിട്ട് പറ്റും, നമ്മുടെ ലൈഫിൽ ഉയർച്ചയും ഉണ്ടാവും. ദി സെയിം തിങ് നമ്മുടെ LG ടൈലേഴ്സ് കമ്പനിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? ഇപ്പം നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് സോൾവ് ആക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ എന്താണ് ഡിസിഷൻ എടുക്കുന്നത് അവിടെ? ഇതുപോലെ തന്നെ സെയിം ആ കസ്റ്റമറോട് നമുക്ക് പറയാം, എനിക്ക് ഇത്രേ അറിയത്തുള്ളൂ, ഞാൻ ഇവിടെ സാധാരണ ഒരു ജോലിക്കാരനാണ്, അല്ല സ്റ്റാഫാണ്, എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉയർച്ചയില്ല, നമ്മുടെ ലൈഫിൻ്റെ ഉയർച്ച തടസ്സപ്പെടുന്നുണ്ട്. കാരണം ആ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനോ മനസ്സിലാക്കാനോ നമ്മൾ അവിടെ തടസ്സപ്പെടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓപ്ഷൻ B എടുക്കുമ്പോൾ നമുക്ക് അടുത്ത ഒരു ഇപ്പം നമ്മളെക്കാട്ടിലും കൂടുതലുള്ള മാസ്റ്ററിനെ വിളിച്ച് ആ കസ്റ്റമറെ ഡീല് ചെയ്യുമ്പോൾ അപ്പോൾ ആ മാസ്റ്റർ ആ കസ്റ്റമറെ എങ്ങനെയാണ് ഡീല് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ച് നമ്മുടെ കഴിവ് വളർത്തുമ്പോഴേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ ഉയർച്ചയും ഉണ്ടാവുള്ളൂ, നമ്മുടെ വരുമാനവും ഇൻക്രീസ് ആവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ലൈഫിൽ ഉയർച്ചയില്ല, വരുമാനം കൂടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ
നമ്മൾ എടുക്കുന്ന ഓരോരോ ഡിസിഷൻ മേക്കിങ്ങിലാണ് നമ്മുടെ ലൈഫ് ഉയർച്ചയിലേക്ക് മാറുന്നത്. അതിന് മൂല്യമാണ് നമ്മുടെ വരുമാനവും ഇൻക്രീസ് ആകുന്നത്. കാരണം നമ്മൾ ഒത്തിരി പഠിക്കാനും ഒത്തിരി കഴിവുകൾ വർദ്ധിപ്പിക്കാനും ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ കഴിവുകളെ നമ്മൾ തന്നെ അടിച്ച് അമർത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവില്ല, നമ്മുടെ ഉയർച്ചയിലേക്കും വരത്തില്ല, നമ്മുടെ വരുമാനം ഇൻക്രീസ് ആകത്തുമില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിൽ ഉയർച്ചയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കഴിവിനെ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വളർച്ചയും നമ്മുടെ വരുമാനം ഇൻക്രീസ് ചെയ്യാനും പ്രധാന ഒരു ഡിസിഷനായിട്ടാണ്, ഒരു ടൂളായിട്ട് നമ്മൾ എടുക്കണം. ഇത് എത്രത്തോളം മനസ്സിലായി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക.